നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചു തരാം. ചില ആൾക്കാരുണ്ട് എന്ത് എവിടെ എപ്പോൾ സംസാരിക്കണമെന്ന് അറിയാത്ത ചില ആൾക്കാർ. പറയുന്നത് മുഴുവൻ വിവരദോഷമാണെന്നുണ്ടെങ്കിലും അതെന്തോ വലിയ കാര്യമാണ് എന്നുള്ള രീതിയിൽ പ്രസംഗിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത്തരത്തിൽ ഒരാളുടെ വീഡിയോ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. താങ്കളുടെ ഭാഷയിലെ മിനി പാകിസ്ഥാന്റെ ഗവർണറായി ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതാണ്, നിങ്ങൾ നോർത്തിലെ സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ, അവിടെ ഹിന്ദുക്കൾക്ക് ഒരു ഭക്ഷണം, മുസ്ലിങ്ങൾക്ക് മറ്റൊരു ഭക്ഷണം, ഹിന്ദുക്കൾക്ക് ഒരു വസ്ത്രം, മുസ്ലിങ്ങൾക്ക് മറ്റൊരു വസ്ത്രം. കേരളത്തിൽ ഇതൊന്നും ഇല്ല. ഇത് കേരളത്തിന് ഒരേ ഒരു ഭക്ഷണം, ഒരേ ഒരു രീതി, ഒരേ ഒരു ഭാഷ. കേരളം ഈ പറയുന്ന മതങ്ങളൊക്കെയും ചേർന്ന് സമഞ്ജസമായി ജീവിക്കുന്ന മനോഹര സ്ഥലമാണ് എന്ന് പറഞ്ഞ ആളുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. താങ്കൾ പറഞ്ഞ ആ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറുണ്ടോ ശ്രീ എസ് ജയസൂര്യൻ? കേരളം മിനി പാകിസ്ഥാനാണ് എന്ന താങ്കളുടെ ആ പ്രസ്താവന? ഞാൻ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, തെളിവ് ഹാജരാക്കാൻ തയ്യാറാണ്. അത് പ്രക്ഷേപണം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ ഈ ചാനലിന് എന്ന് ആദ്യം തന്നെ ചോദിക്കുന്നു. കേരളം, മലയാളം, മലയാളി, അതുപോലെ തന്നെ വലിയ മതേതരത്വം, സൗഹാർദ്ദം, സ്നേഹം, ഇതൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കേരളമുണ്ടായപ്പോൾ മലയാളം എന്ന ഭാഷയുണ്ടായ, ആ മലയാള ഭാഷയ്ക്ക് പൂർണ്ണ രൂപം കൊടുത്ത, അതിൽ ആദ്യത്തെ ആധ്യാത്മിക ഗ്രന്ഥമായിട്ടുള്ള ആദികാവ്യമായ രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ കേരളത്തിൽ മലപ്പുറത്ത് അനുവാദമില്ലാത്തിടത്തോളം കാലം ഞാൻ വീണ്ടും പറയും, ഇത് പാകിസ്ഥാൻ തന്നെയാണ്. പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ നിയമത്തിനും ഭരണഘടനയ്ക്കും ഒക്കെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് സംസാരിക്കുന്നത് എങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അവതാരകൻ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന കാര്യം തെറ്റാണ്, ഒരിക്കലും മീഡിയാസിന് മുമ്പിൽ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്. എവിടെ കേൾക്കാൻ? പറയുന്ന കാര്യം തെറ്റാണ് എന്ന് തോന്നാനുള്ള വിവരമെങ്കിലും ഒരു വ്യക്തിക്ക് വേണം. എവിടെ എന്ത് പറയണം, അതൊരു സാമാന്യ ബോധമാണ്. ആ ബോധം പോലും ഇല്ലാത്തവരെ പിന്നെ എന്ത് ചെയ്യാനാണ്? ഇദ്ദേഹത്തിൻ്റെ പേര് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ എന്നാണ്. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇദ്ദേഹത്തെ കാണുന്നത്. BJPയിലെ സ്റ്റേറ്റ് കൗൺസിലിലുള്ള ഏതോ വ്യക്തിയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണല്ലോ ഇത്തരക്കാരെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പം ഏതായാലും വന്നിരുന്ന് വിളിച്ച് ഏതാണ്ടൊക്കെ അങ്ങ് കൂവുകയാണ്. എന്തുവാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയുന്നില്ല. ഇത്തരക്കാരൊക്കെ ഉണ്ടല്ലോ മെയിനായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും പ്രതിമ പണിയാത്ത കാര്യം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അമ്പലം പണിയാത്ത കാര്യം. ഇവരുടെ മെയിനായിട്ടുള്ള ഇഷ്യൂ അതാണ്. ഒന്നെങ്കിൽ പ്രതിമ, അല്ലെന്നുണ്ടെങ്കിൽ അമ്പലം. വേറെ കാര്യങ്ങളൊന്നും ബാധകമല്ല, വേറെ കാര്യങ്ങളൊന്നും അവർക്ക് ചർച്ചാ വിഷയമല്ല. എന്ത് വന്നു കഴിഞ്ഞാലും ഇതുപോലെ ഏതെങ്കിലും ഒരു കാര്യം അങ്ങ് എടുത്തിടും. ഇവിടെ ഇപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമയാണ് അയാൾക്ക് ഏറ്റവും വലിയ വിഷയം. അപ്പം തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ മീഡിയാസിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ആരും വന്ന് സംസാരിക്കാതെ ഇരിക്കുക. സ്വന്തമായിട്ട് വിവരക്കേട് അങ്ങ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിളിച്ച് കൂവിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള കുറേ സംഘികളുണ്ട്. എല്ലാവരും അല്ല, ചില സംഘികളും ഈ BJPയിലുള്ള ചില ആൾക്കാരും, എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, പൊതുവേ ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. ചില സംഘികളും ചില BJP നേതാക്കളും ഇതുപോലെ വന്നിരുന്ന് പൊട്ടത്തര സംസാരിക്കുകയാണ്. അപ്പോൾ അവർ മെയിനായിട്ട് മുസ്ലിങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുമ്പം ആദ്യം ടാർഗറ്റ് ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. കാരണം അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത്. മലപ്പുറം ജില്ലയാണ് കംപ്ലീറ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. മലപ്പുറം ജില്ല എന്തോ വലിയ പ്രശ്നമുള്ള ജില്ലയാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാ ജില്ലകളും പ്രശ്നമുള്ള ജില്ലയാണ്. കേരളത്തിലുള്ള 14 ജില്ലകളും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമുള്ള ജില്ലയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രശ്നം മലപ്പുറത്ത് മാത്രമായിട്ടുണ്ടെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. പക്ഷെ ഇവര് മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ചില സംഘികളുടെ ചില വിചിത്രവാദങ്ങളുണ്ട്. ആ വിചിത്രവാദം എന്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണെന്ന് അറിയാമോ? പോപ്പുലേഷനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അതായത് കുട്ടികൾ ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. മുസ്ലിങ്ങൾക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നത്രേ. മുസ്ലിം ഹൗസ് ഹോൾഡിൽ 3-4 കുട്ടികൾ വെച്ച് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം പോപ്പുലേഷൻ ഇൻക്രീസ് ആകുന്നു. അവർക്കങ്ങ് കൺസേൺ ആണ്, അവർക്കങ്ങ് പേടിയാണ്. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഹിന്ദുക്കളുടെ വീട്ടിൽ മാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ കുറഞ്ഞു വരുവാണ്. മുസ്ലിങ്ങൾക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരുടെ കഴിവ്. ഇതിലും അങ്ങ് പ്രശ്നമാണ്. എന്തിനാ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ ഫാമിലിയുടെ കാര്യത്തിൽ പോയി ഇൻവോൾവ് ആകുന്നത്? അപ്പം ഇത്തരത്തിൽ വളരെ വിചിത്രവാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന മെയിൻ ആയുധമാണ് പോപ്പുലേഷൻ. അവർ പോപ്പുലേഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങളും അങ്ങ് പോപ്പുലേഷൻ കൂട്ട്. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ പോപ്പുലേഷൻ കൊണ്ട്
ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങളും കൂടെ കുറച്ചങ്ങ് പോപ്പുലേഷൻ കൂട്ട്. മൊത്തം പറയുന്നത് വിഡ്ഢിത്തരമാണ്. വിഡ്ഢിത്തരമാണെന്നുണ്ടെങ്കിലും സ്വയം ഇവന്മാർ വിചാരിക്കുന്നത് ഇവന്മാരെന്തോ വലിയ നന്മയുള്ള കാര്യം പറയുന്നതാണ്. പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങളാണ് ഇവർ സംസാരിക്കുന്നതെന്നാണ് ഇവരുടെ ഒരു ഭാവം. സ്വയം അങ്ങ് ബുദ്ധിമാൻ ചമഞ്ഞിട്ടാണ് വന്നിരുന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ, ഒരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ അത്യാവശ്യം വിവരമുള്ള വാക്കുകളായിരിക്കണം നമ്മുടെ വായിൽ നിന്ന് വീഴുന്നത്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്ന കാര്യങ്ങൾ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കണം. നിയമത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും സംസാരിക്കാൻ വേണ്ടി പാടില്ല. രാഷ്ട്രീയക്കാരനാകുമ്പോൾ അറ്റ്ലീസ്റ്റ് മറ്റുള്ള ഒരു കാര്യത്തിലും ബോധമില്ലെന്നുണ്ടെങ്കിലും നമ്മുടെ നിയമം എന്ന് പറയുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ ഒരു അറിവും ബോധവും ഒക്കെ വേണം. എന്താണ് നമ്മുടെ ഭരണഘടന, എന്തൊക്കെ നിയമങ്ങളാണ് നമുക്കുള്ളത്, അത്തരം കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ചെങ്കിലും അറിയണം. എന്നിട്ട് വന്നിരുന്ന വലിയ രാഷ്ട്രീയക്കാരൻ ചമയണം. പക്ഷെ ഇവിടെയുള്ള കുറേ ആൾക്കാർ അങ്ങനെയല്ല. അവർക്കെല്ലാം അറിയാമെന്നാണ് ഭാവം. അനാവശ്യമായിട്ട് ഒരു പർട്ടിക്കുലർ വിഭാഗത്തിനെതിരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് പടച്ചു വിടുവാണ്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് പടച്ചു വിടാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ഉപയോഗിക്കുന്നത് പോപ്പുലേഷനാണ്. കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മറ്റുള്ളവരുടെ കുടുംബകാര്യത്തിലും മറ്റുള്ളവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്ന കാര്യത്തിലും ഒക്കെ ഇടപെടുവോ? നമ്മൾ ഇടപെടുവോ? നമ്മുടെ സ്വന്തം കാര്യം നോക്കിയല്ലേ ജീവിക്കുന്നത്? നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, നമ്മുടെ വീട്ടിൽ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, ഇതൊക്കെയല്ലേ നമ്മൾ നോക്കുന്നത്. എനിക്ക് സത്യത്തിൽ ചിരിയാണ് വരുന്നത്. മിക്ക ബുദ്ധിജീവി ചമഞ്ഞിരിക്കുന്നവർ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ വന്ന് നോക്കിയാൽ മതി. യോ, മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ കൂടുന്നു, ഇത് ഇന്ത്യക്ക് ആപത്താണ്. എന്താപത്ത്? ആരുടെ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാലും എല്ലാവരും നിയമത്തെ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, ഒരാപത്തും ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. ചുമ്മാ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന്, പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിരുന്ന് തെറ്റിദ്ധാരണ പരത്തുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, പിന്നെ വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇരിക്കുക. നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് ചർച്ച ചെയ്യേണ്ട. പ്രതിമ പണിയാത്ത കാര്യം, അമ്പലം പണിയാത്ത കാര്യം, പള്ളിയുടെ കാര്യം, ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് ചർച്ച ചെയ്യാനുള്ളൂ. ഈ നാട്ടിൽ എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾ കിടക്കുന്നു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി മാറേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനങ്ങളുടെ ജീവനും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് അത്തരം കാര്യങ്ങളായിരിക്കണം ചർച്ച ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളായിരിക്കണം മുന്നോട്ട് വെക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടിട്ട് അത് ചർച്ച ചെയ്ത് അതൊക്കെ പരിഹരിച്ച് നാട്ടുകാർക്ക് നന്മയുള്ള കാര്യം ചെയ്യും. അതിനൊപ്പം വേണമെങ്കിൽ നിങ്ങളുടെ കീശ നിറച്ചോ, പക്ഷെ സ്വന്തം കീശ നിറയ്ക്കുന്നതോടൊപ്പം തന്നെ നാട്ടുകാർക്ക് നന്മയുള്ള എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യുന്നേ. രാഷ്ട്രീയക്കാരനാണ് എന്ന് വെറുതെ ഞെളിഞ്ഞിരുന്ന് പറയാതെ ആ വാക്കിനോട് അല്പമെങ്കിലും നീതി പുലർത്ത്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സ്റ്റേറ്റിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട, അത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട, അത്തരം കാര്യങ്ങൾ പരിഹരിക്കുകയും വേണ്ട. പ്രതിമകൾ പണിഞ്ഞാൽ മതി. നാട് മൊത്തം അങ്ങ് പ്രതിമ പണിഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമാധാനം. നാട് മൊത്തം അമ്പലം പണിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്കൊക്കെ അത്രയും സമാധാനം.